ശങ്കരനും മുഹമ്മദും പട്ടം പറത്തുന്നു. എന്നിട്ട് അവരിങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ ആ പട്ടം എന്ത് ചെയ്യുന്നു? ഒരു പ്ലാവിന്റെ മുകളിൽ കുടുങ്ങുന്നു. ത്തുള്ള കുഞ്ഞിരാമന്റെ ഏകമോൻ പോക്കിരിയായ മാധവൻ എന്തു ചെയ്യുന്നു? KTM ബൈക്കിന്റെ മുകളിൽ വന്നിട്ട് നോക്കൂ, KTM ബൈക്കിന്റെ മുകളിൽ വന്നിട്ട് അടിച്ചോണ്ട് പോവുകയാണ്. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷെഹനാദാണ്. എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലേ നിങ്ങള്? ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭരണഘടനയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ ICA കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാം തീർച്ചയായിട്ടും. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്കായിട്ടും കമന്റ് ആയിട്ടും ഒക്കെ നിങ്ങൾ മറ്റു കൂട്ടുകാർക്കും നിങ്ങൾ പഠിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചില ആളുകളെ കുറിച്ച് അല്ലെ, പ്രത്യേകിച്ച് മലയാളികളായ ആളുകളെ കുറിച്ച്, അതുപോലെ വനിതകളെ കുറിച്ച് ഒക്കെ നമുക്കൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥിരമായിട്ട് മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. കൂട്ടുകാർ നോക്കൂ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മള് 1773 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ ഒരുപാട് നിയമങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. കൗൺസിൽ ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളൊക്കെ പഠിച്ച് അവസാനം നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലെത്തി. അപ്പോൾ ആ ഒരു വേളയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു എന്ന്. അപ്പൊ അതിന്റെ ഡേറ്റുകൾ നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ നോക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നവരിൽ PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ രസകരമായിട്ട് പഠിക്കണേ. നോക്കൂ, ആദ്യത്തെ ഒരു പോയിന്റ്, ആകെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ രൂപീകരിച്ച സമയത്ത് ഉണ്ടായിരുന്ന അംഗങ്ങൾ എത്രയാണ്? ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച വേളയിൽ ആകെ അതിലുണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 389 ആണ്. 389. നല്ല ഇഷ്ടത്തോടു കൂടി അങ്ങോട്ട് പഠിക്കുക. എന്നാൽ അടുത്ത ഒരു ചോദ്യം അവിടെ വരും, വിഭജനത്തിന് ശേഷം, പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? അതൊരു റൗണ്ട് സംഖ്യ, പഠിക്കാൻ ഒരു ഇച്ചിരി സുഖമുണ്ട്. നോക്കിക്കേ, 300 ഒന്ന് കുറയ്ക്കല്ലേ, 299. 229 പഠിച്ചോടാ. 389, 299 അല്ലെ. ആകെ അംഗങ്ങളിൽ നിന്നും 90 പേര് അങ്ങോട്ട് പോയി. അങ്ങനെ ആലോചിച്ചാ പോരെ, കിട്ടി 389, 299. ഈ 299 എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ കൂട്ടുകാർക്ക് അവിടെ ഒരു ലിങ്ക് കണ്ടെത്താം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ആകെ ഇന്ത്യക്കാരായിട്ടുള്ളത് 299 ആണെന്ന് പറഞ്ഞു. അതിനകത്ത് ആ 299 പേരിൽ നോക്കണേ, ഈ വിഭജനത്തിന് ശേഷം 299 അംഗങ്ങളില് ആ 299 അംഗങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ 11 പ്രവിശ്യകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അത്തരത്തില് പാകിസ്ഥാൻ പോയതിനു ശേഷം ഉണ്ടായിരുന്ന അംഗങ്ങൾ 229 ആണ്. അതെങ്ങനെയാണ് ഓർത്തു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർ ആലോചിക്കുക, 299. ഇവിടെ നോക്കൂ, തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, 229. വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ നിന്നൊരു ഓർമ്മ വരും. അപ്പോ പാകിസ്ഥാൻകാര് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ സമയത്ത് 90 പേര് ഭരണഘടനാ നിർമ്മാണ സഭയിൽ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് 389 എന്തായത്? ആകെ 299 ചുരുങ്ങിയത്. ആ 299 നമ്മുടെ ആകെ അംഗങ്ങളാണ്. ക്ലിയർ ആണോ? ഇന്ത്യക്കാരായ അംഗങ്ങളാണ്. അതിനകത്ത് നിന്നും നോക്കൂ, പാകിസ്ഥാൻ പോയതിനു ശേഷമുള്ള നമ്മുടെ ഇന്ത്യക്കാരായ അംഗങ്ങളില് 11 പ്രവിശ്യകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 229 പേരാണെന്ന് പഠിക്കുക. അപ്പൊ തുടക്കത്തിൽ എന്ന് വെച്ചാൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച സമയത്ത് ഈ 389 എത്ര അംഗങ്ങളായിരുന്നു തെരഞ്ഞെടുത്തത്? 296 പേരെയായിരുന്നു തെരഞ്ഞെടുത്തത്. പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആകെ 389 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് പാകിസ്ഥാൻ വിഭജിച്ചിട്ടില്ല. 2 കളറിൽ ഞാൻ ഇവിടെ കൊടുത്തത്, ഈ ഓറഞ്ച് കളറിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു യെല്ലോയിഷ് കളറിൽ കാണുന്നതുണ്ടല്ലോ, അതെന്താണ്? വിഭജനത്തിന് മുമ്പുള്ള സംഖ്യകളാണ്. അപ്പൊ അത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിക്കുക. മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മൾ വിഭജനത്തിന് മുമ്പുള്ള സംഖ്യയാണ്. അപ്പൊ അത് ഇന്ത്യക്ക് നമ്മുടെ പാകിസ്ഥാൻ പോയതിനു ശേഷമുള്ള സംഖ്യ നിങ്ങളിപ്പം അത് എല്ലാം കൂടി പഠിച്ചിട്ട് കുഴച്ച് കുളമാക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് വിഭജനത്തിന് മുമ്പുള്ള സംഖ്യയാണ്. ടോട്ടൽ നമ്മൾ പറഞ്ഞു 389. അതിനകത്ത് നിന്നും 296 പേര് എന്താണ്? 11 പ്രവിശ്യകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. 296.
അവിടെ നിന്നുമാണ് പാകിസ്ഥാൻ പോയ സമയത്ത് ആളുകൾ പോയ സമയത്ത് 229 ചുരുങ്ങിയത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ ആണല്ലോ. ഇത് പറയുന്ന സമയത്ത് 389 അംഗങ്ങളിൽ 296 അംഗങ്ങൾ തെരഞ്ഞെടുത്തവരാണെങ്കിൽ 296 തെരഞ്ഞെടുത്താണെങ്കിൽ 93 പേര് നോക്കൂ, 96 പേര് തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? 96 ഒരു 3 കുറയ്ക്കുക, 93 പേരാണ് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളായിട്ട് വന്നത്. അപ്പൊ 296 93 അവിടെ രണ്ടും കൂട്ടിക്കിട്ടണം. ക്ലിയർ ആണോ പറഞ്ഞത്? രണ്ടും നിങ്ങൾ ആഡ് ചെയ്ത് വെക്കണം. മനസ്സിലായോ പറഞ്ഞത്? അവിടെയും ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യം ഉണ്ടാവും. എന്താണ്? പാകിസ്ഥാൻ പോയതിനു ശേഷം എത്ര അംഗങ്ങളായിരുന്നു നാട്ടുരാജ്യങ്ങളിൽ നിന്നുണ്ടായിരുന്നത്? 70 അംഗങ്ങളാണ്. റൗണ്ട് സംഖ്യയാണ്, 70 അംഗങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങൾ സംഖ്യകൾ നിങ്ങൾ മനസ്സിലേക്ക് പഠിച്ചു വെച്ചേ പറ്റൂ. ഇവിടെ കൂട്ടുകാർ ആലോചിക്കേണ്ടത്, തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 296 അംഗങ്ങൾ, 389 ആകെ അംഗങ്ങളിൽ 296 തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും 208 പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കൃത്യമായിട്ട് പഠിക്കണം. റാങ്ക് മേക്കിംഗ് ആണ്. ഡിഗ്രി ലെവൽ എക്സാം ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ഇവിടുന്ന് ചോദ്യങ്ങൾ വരും. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നാട്ടുരാജ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 93 ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ 73 എന്നൊരു സംഖ്യ നിങ്ങൾ പഠിക്കണം. അത് മുസ്ലിം ലീഗിന്റെ ഈ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണമാണ് 73. 208 73 പഠിക്കുക. കൂടാതെ ഒരു 15 മറ്റുള്ളവരും കൂടിയിട്ട് ആകെ 296 പേര് കേട്ടോ. അങ്ങനെയാണ് ഈ സംഖ്യ വരുന്നത്. അപ്പൊ അത് ക്ലിയർ ആണ്. അതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഇവിടെ ഇമ്പോർട്ടന്റ് ആയത് ഞാൻ പറയും, അത് തന്നെ പഠിച്ചോളുക. ഓക്കെ, നോക്കൂ, 11 പ്രവിശ്യകളിൽ നിന്നെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് മുഴുവനായിട്ടും 296 പേര് എത്തിയിട്ടില്ല. അവിടെ നിന്നും 292 പേരാണ് ഈ പ്രവിശ്യകളിൽ നിന്ന് വന്നത്. നോക്കൂ, 296 പേരെ നമ്മള് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞല്ലോ. ആ 296 പേരിൽ ഈ പ്രവിശ്യകളിൽ നിന്ന് വന്നവർ, 11 പ്രവിശ്യകളിൽ നിന്ന് വന്നവർ 292 പേരും. ചീഫ് കമ്മീഷണർമാർ, അന്നത്തെ ഒരു ഭരണ സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാര്യമായതുകൊണ്ട് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന്, നമ്മൾ ഇന്ന് വേണമെങ്കിൽ അതിനെ കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ ഒന്ന് സമാനമായിട്ടൊക്കെ പറയുന്ന ഒരു സംവിധാനം കേട്ടോ. അത്തരം പ്രവിശ്യകളിൽ നിന്ന് 4 ആളുകളും കൂടി വന്നിരുന്നു. അങ്ങനെ 292 പ്ലസ് 4, അവിടെയാണ് നമ്മൾ 296 എന്ന് പറയുന്ന സംഖ്യ വരിക. അപ്പോ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. പഠിച്ചവർ നന്നായിട്ട് ഇത് റിവിഷൻ ചെയ്ത് സെറ്റ് ചെയ്യുക. 389, 93, 296 ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത്. ഇവിടെ കൂട്ടുകാർ നോക്കേണ്ടത് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നും 4 അംഗങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുകയാണ്. ഇവിടെയാണ് രസകരമായിട്ട് നിങ്ങൾ ആലോചിക്കുക. 4 പ്രവിശ്യകൾ. ഒന്ന് അജ്മീർ മേർവാര എന്ന് പറയുന്ന പ്രവിശ്യ. അജ്മീർ അല്ലെ, അജ്മീർ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ ഒരു പ്രവിശ്യയിൽ നിന്നും അവിടെ ലാലേട്ടൻ ആലോചിക്കുക. അജ്മീർ എന്ന് കേൾക്കുമ്പോൾ ഇനി പഠിക്കാൻ വേണ്ടി ആലോചിക്കുക. അജ്മീറിൽ അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭാഗമായിട്ട് അംഗമായ വ്യക്തി മുക്ത് ആരാണ്? ബീഹാറുകാരനാണ്. അജ്മീറിൽ പോകുന്ന ആലോചിക്കട്ടോ, പഠിക്കാൻ വേണ്ടിയാണ്. ലാൽ, എന്താണ് ആലോചിക്കേണ്ടത്? ലാൽ ഭാർഗവ, ഒരു ലോങ് പേരാണ് അല്ലെ, മുക്ത് ബിഹാരി ലാൽ ഭാർഗവ. അപ്പൊ അജ്മീറിൽ ലാലേട്ടൻ ആലോചിക്കുക. ബലൂചിസ്ഥാൻ എന്ന് പറയുമ്പോൾ അല്ലെ, ആ ഒരു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ടച്ച് വരും, ഒരു മുസ്ലിം ടച്ച് വരില്ലേ. അപ്പൊ ആലോചിച്ച പേര് ഈ പറയുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ഒക്കെ നമ്മൾ അതിർത്തി പ്രദേശങ്ങളിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഒക്കെ പറയാറില്ലേ, അതുപോലെ ബലൂചിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ ഖാൻ അടിക്കുക. ഖാൻ അബ്ദുൽ സമദ് ഖാൻ ആണ്. അത് നിങ്ങൾ അതുപോലെ ആലോചിക്കുക. ഖാൻ അബ്ദുൽ സമദ് ഖാൻ കിട്ടും. അപ്പൊ അതിർത്തി ബലൂചിസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ ഖാൻ അബ്ദുൽ സമദ് ഖാൻ കിട്ടും. ഇനി ഡൽഹിയിലേക്ക് നോക്കൂ. ഡൽഹി എന്ന് പറയുന്ന സമയത്ത് കൂട്ടുകാർ ആലോചിക്കേണ്ടത് ദേശബന്ധു ഗുപ്ത എന്ന പേരാണ്. അപ്പൊ ഡൽഹി നമ്മുടെ ദേശത്തിന്റെ ക്യാപിറ്റലാണ്. പക്ഷേ ദേശബന്ധു എന്നൊരു പേര് നമ്മൾ തൊട്ട് മുമ്പിൽ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ. ഈ ഒരു സീരീസിൽ തന്നെ ഭരണഘടനയുടെ 2ാമത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മള് 1923 രൂപീകരിച്ച സ്വരാജ് പാർട്ടി പഠിച്ചിരുന്നു. സ്വരാജ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നോ പ്രസിഡന്റ് ആയിരുന്നോ CR ദാസ്? കൂട്ടുകാർ കമന്റ് ചെയ്യണം. നമ്മൾ പഠിച്ചാണ്. അപ്പൊ CR ദാസ് അല്ലെ ഏതോ ഒരു പൊസിഷനിൽ അവിടെ ഇരുന്നു. ഇവിടെ സ്വരാജ് പാർട്ടിയില് അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിന്റെ ഗുരുവാണെന്ന് പറഞ്ഞു, ദേശബന്ധു. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി ചലോ, ദില്ലി ചലോ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞേതാവാണല്ലേ നമ്മുടെ പ്രിയപ്പെട്ട നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം നേതാജിയുടേതാണ്. നേതാജിയുടെ ഗുരുവാണ് ദേശബന്ധു. അപ്പൊ ഡൽഹി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് നേതാജിയുടെ ഗുരുവിനെ ആലോചിക്കുക. ദേശബന്ധു ഗുപ്ത കിട്ടണം. ഇനി കൂർഗ് എന്ന് പറയുന്ന സമയത്ത് ആലോചിച്ചേ. കൂർഗ് ഒരു പൂച്ചയെ ആലോചിക്കുക കേട്ടോ. കൂർത്ത മുഖമുള്ള ഒരു പൂച്ച. എന്താടാ? CM, അദ്ദേഹം മുഖ്യമന്ത്രിയൊന്നും അല്ല. അപ്പൊ കൂർത്ത മുഖമുള്ള പൂച്ച, പൂനാച്ച എന്നുള്ള ഞാനൊരു പൂച്ചയാക്കി മാറ്റുന്നു. നിങ്ങൾ ഇനി മറക്കില്ല. കൂർത്ത മുഖമുള്ള പൂച്ച എന്ന് ഞാൻ പറഞ്ഞാൽ
ഇനി നിങ്ങൾ ആരും ഒന്നും മറക്കില്ല. അജ്മീറിൽ ലാലേട്ടനാണെങ്കിൽ ബലൂചിസ്ഥാനിലെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് ആലോചിച്ച് വെക്കണേ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അല്ല, ഖാൻ അബ്ദുൽ സമദ് ഖാൻ ആണ്. അവിടെ കിട്ടിയോടാവേ. ഡൽഹിയിലേക്ക് പോകുമ്പം ദേശബന്ധു ഗുപ്ത, ഡൽഹി ചലോ മുദ്രാവാക്യം നേതാജിയുടെ ഗുരു ദേശബന്ധു CR ദാസ്, സ്വരാജ് പാർട്ടി നമ്മൾ പഠിച്ചു, സെറ്റാണ്. ഇനി നോക്കൂ, ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം എത്രയാണ്? നല്ല അടിപൊളി ചോദ്യമാണ്. കൂട്ടുകാർ നിർബന്ധമായിട്ട് പഠിച്ചെഴുതേണ്ടതാണ്. 17 നോക്കൂ, രൂപീകരിച്ച സമയത്ത് 17 വനിതകൾ ഉണ്ടായിരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടത് പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ 2 പേര് എന്ത് ചെയ്തു? പാകിസ്ഥാൻകാരായ വനിതകളായിരുന്നു. അവരുടെ പേര് കൂട്ടുകാർക്ക് അറിയുന്നവർ കമന്റ് ചെയ്തോളൂ. ഞാൻ ഇവിടെ എഴുതാം. ബീഗം ജഹനാര. എന്താണ് പേര്? ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. ആദ്യമായിട്ട് കേൾക്കുന്നവര് ബീഗം ജഹനാര ഷാനവാസ്. എന്നോട് ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഷാനവാസ്, ബീഗം ജഹനാര ഷാനവാസ്. അല്ലാതെ അവർ സ്ട്രെച്ചിൽ ഇങ്ങനെ എടുത്തു പോരും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വേർത്ത് കുളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ ലൈവിന്റെ അതേ എഫേർട്ട് ഇട്ട് എടുക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും വേണമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒന്ന് ബീഗം ജഹനാര ഷാനവാസും മറ്റൊന്ന് ബീഗം ഷൈസ്ത. കേട്ടുക നിങ്ങൾ പേര്? ബീഗം ഷൈസ്ത. ആ പേര് മുഴുവനൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. തൽക്കാലം നിങ്ങൾ ഷൈസ്ത ഇക്രാമുള്ള എന്ന് പഠിച്ചു വെക്കുക. ഇക്രാമുള്ള, നമ്മള് പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ ഒക്കെ പേര് കേൾക്കില്ലേ? ഇക്രാമുള്ളയാണ്. യെസ്, ബീഗം ഷൈസ്ത ഇക്രാമുള്ളയും ബീഗം ജഹനാര ഷാനവാസും കേട്ടോ. അപ്പൊ ജഹനാര ഷാനവാസിനെ കുറിച്ച് നമുക്ക് പിന്നീട് വേറൊരു സമയത്ത് പഠിക്കാനൊക്കെ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ജഹനാര ഷാനവാസും ഷൈസ്ത ഇക്രാമുള്ളയും എന്തായിരുന്നു? ICAയിൽ അംഗമായിരുന്നു. അവർ പിന്നീട് പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം അങ്ങോട്ട് പോയില്ലേ? അപ്പൊ നമ്മുടെ 15 പേര്, ആ 15 പേരെയും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അത് നമുക്ക് ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് അതിലേക്ക് വരാം. അപ്പോ അവിടെ ഒരു നല്ല ചോദ്യം കിടക്കുന്നുണ്ട്. 15 ഇന്ത്യൻ വനിതകളിൽ ഒരേ ഒരു മുസ്ലിം വനിതയുള്ളൂ. അതാരാടാ? അത് ബീഗം ഐസ്വാസ് റസൂലാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ 2 പേരുകളെക്കാട്ടും ഇമ്പോർട്ടന്റ് ഏതാണ്? ഐസ്വാസ് റസൂലിന്റേതാണ്. അപ്പൊ ആ 15 പേരെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നാലോടാ. 15 പേരെന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ കൂട്ടുകാര് എന്ത് ചെയ്യുക? സ്ക്രീനിനകത്ത് പേര് ക്ലിയർ അല്ല എങ്കിലും ഇത് നമ്മൾ PDF നോട്ട് ഞാൻ നിങ്ങൾക്ക് നൽകും. PDF നൽകണമെങ്കിൽ ടെലഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ തൊട്ടുതാഴെ കമന്റ് ബോക്സിൽ ആദ്യത്തെ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാവേ. എല്ലാവരും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, സെർച്ച് ചെയ്യുക സ്ട്രൈക്കർ കോച്ചിങ് എന്ന്. ഇവിടെ ഹൻസ മെഹ്തയുടെ പേര് കാണാം നിങ്ങൾക്ക്. ആരാണ്? ഹൻസ മെഹ്ത. നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ പതാകയുമായി ബന്ധപ്പെട്ടിട്ടോ ഹൻസ മെഹ്ത വരുന്നു. അതുപോലെ അമ്മു സ്വാമിനാഥൻ വരുന്നു. ദാക്ഷായണി വേലായുധൻ വരുന്നു. അതുപോലെ തന്നെ ആനി മസ്കിൻ വരുന്നു. ഇവര് 3 പേരെയും ഞാനത് ചെയ്യാമെന്ന് വട്ടിട്ട് വെക്കാം. കാരണം ഇത് 3ഉം നിങ്ങൾക്ക് അറിയുന്നതാണ്. PSC പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവുമാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആനി മസ്കിനും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ആ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഹൻസ മെഹ്തയെ പഠിക്കുക. ഹൻസ മെഹ്ത നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മുസ്ലിമായ ബീഗം ഐസ്വാസ് റസൂലിനെ കുറിച്ച് ക്ലിയർ ആണല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇതാണെന്ന് ഞാൻ ശരിയിട്ട് പോവുകയാണ്. സുചേത കൃപലാനി. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുഖ്യമന്ത്രി പദത്തിലെ വനിതയാണ് സുചേത കൃപലാനി അല്ലെ? ആചാര്യ കൃപലാനിയുടെ ഭാര്യയാണ്. അതുപോലെ തന്നെ വിജയലക്ഷ്മി പണ്ഡിറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ് അല്ലെ? ആരാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്? അദ്ദേഹത്തിന്റെ സഹോദരൻ ആരാണ്? നിങ്ങൾ കമന്റ് ചെയ്ത്. അതുപോലെ സരോജിനി നായിഡു, നമ്മുടെ വാനമ്പാടി സരോജിനി നായിഡു. ഇവരെ 3 പേരെ നിങ്ങൾക്ക് കിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. കിട്ടുമല്ലോ. ദുർഗാബായി ദേശ്മുഖ് വളരെ പ്രധാനപ്പെട്ട ആളാണ്. ദുർഗാബായി ദേശ്മുഖ്. നോക്കൂ, പൂർണിമ ബാനർജി പഠിച്ചോളുക. രാജ്കുമാരി അമൃത് കൗർ. ഇത്രയും പേരുകൾ നിങ്ങൾ കേട്ടത് നിങ്ങൾക്ക് സുലഭമായിട്ട് അറിയുന്നതായിരിക്കും. അപ്പൊ നോക്കൂ, നമ്മൾ ഓൾറെഡി 3 മലയാളികൾ പഠിച്ചു. പിന്നെ ഇപ്പൊ എത്ര പറഞ്ഞു? 1, 2, 4 അതുപോലെ തന്നെ 6 അല്ലെ? എത്ര? 8 എണ്ണം നമ്മൾ പഠിച്ചു. അപ്പൊ 8ഉം 3ഉം 11 പേര് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി 5 എണ്ണം പെട്ടെന്ന്, 4 എണ്ണം ഈ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നോക്കൂ ഏതൊക്കെയാണ്. ഒന്ന് ലീല റോയ്, മറ്റൊന്ന് രേണുകേ. ആ ഒരു കവിതയൊക്കെ അതുപോലെ നിങ്ങൾ പാടിക്കട്ടോ. രേണുകേ എന്ന് പറയുന്നത് ലേണുകേ ലീലേ മാലതി കമലേ എന്നൊക്കെ പാട്ടാക്കിയൊക്കെ പഠിക്കുക കേട്ടോ. അപ്പൊ ലീല, രേണുക, മാലതി, കമല. അവിടാണ് പ്രശ്നം. കമലയുടെ ഫോട്ടോ നമ്മുടെ ഈ ഒരു സ്ലൈഡിനകത്ത് ഇല്ല. അപ്പൊ നിങ്ങൾ കമല ചേച്ചിയെ കൂടിയും കൂട്ടി പഠിക്കൊള്ളുക. ക്ലിയർ ആണോ? രേണുക, ലീല, മാലതി, കമല. പിന്നെന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യണ്ട. അപ്പൊ ഇത് പഠിപ്പിക്കുമ്പം ഇപ്പം പല സുഹൃത്തുക്കളും മനസ്സിൽ വരും, ഇത്രയും കാലം ഞാൻ ഇതൊന്നും കണ്ടില്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ന് ചിന്തിച്ച് വെച്ച് പഠിക്കാത്തവർ പഠിക്കണ്ട. ഞാൻ അവരോടൊന്നും പറയില്ല.
നിങ്ങളെ ലക്ഷ്യം ഒരു ജോലി, ഉയർന്ന റാങ്ക് ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആത്മാർത്ഥമായിട്ട് പഠിക്കുക തന്നെ വേണം. മുഴുവനൊന്നും യൂട്യൂബിലൂടെ തരാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പലതും ഒഴിവാക്കുന്നത്. എന്നാലും നിങ്ങൾ ഇതൊക്കെ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഒരു സ്നേഹത്തിന്റെ പേരിൽ പറയാണ്, നിങ്ങൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബൈ ഹാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി, സെറ്റ് ആവും. നോക്കൂ, നമ്മളിപ്പോ പറഞ്ഞത് ആകെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17 എന്നും നമ്മുടെ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം 15 എന്നുമാണല്ലോ. അപ്പൊ നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് ഒരു എളുപ്പമുണ്ട് പഠിക്കാന്. നമ്മുടെ മലയാളികൾ ആകെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് 17 പേരാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കൊടുക്കുക. 17 വനിതകൾ ആകെ ഉണ്ടായിരുന്നോ, മലയാളികൾ 17 സെറ്റാണോ? ഒരിക്കലും മാറില്ലല്ലോ. അവിടെ 3 വനിതകൾ, 17 3 വനിതകളാണ്, ബാക്കി 14 പേരാണ് പുരുഷന്മാര്. ആ 3 വനിതകളുടെ പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയണം. ഈ അടുത്ത കാലത്തൊക്കെ PSC പരീക്ഷകൾ റിപ്പീറ്റ് ആണ്. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് ആ തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നും ആനി മസ്ക്രീൻ, ആനി തിരുവിതാംകൂറിലാണ്, പഠിച്ചോളണം. തിരുവിതാംകൂറിലാണ് ആനി മസ്ക്രീൻ വരുന്നത്. അമ്മു സ്വാമിനാഥൻ വരുന്നത് മദ്രാസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ മലബാർ ഏരിയ ഒക്കെ മദ്രാസ് പ്രവിശ്യയുടെ കീഴിലായിരുന്നു കേട്ടോ. അപ്പൊ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും എന്താണ്, മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ ആനി മസ്ക്രീൻ മാത്രമാണ് എവിടെ വരുന്നത്, തിരുവിതാംകൂർ. പഠിക്കുക, ഒരു മാർക്ക് അവിടെ കിട്ടും. തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ട് ആനി മസ്ക്രീൻ. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും എന്തിന്റെ ഭാഗമായിട്ടാണ്, മദ്രാസ്. ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന സമയത്ത് കൂട്ടുകാർ പഠിച്ചോളുക, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ഇന്ത്യയിൽ തന്നെ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ ദളിത് വനിതയാണ് നമ്മുടെ ദാക്ഷായണി വേലായുധൻ. ഇവരാണ് ഏക ദളിത് വനിതയും. ഈ ഒരു നമ്മുടെ 17 വനിതകൾ കൃത്യമായിട്ട് പഠിച്ചു പോണേ. മദ്രാസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവരെത്തിയത്. അവിടെ നമ്മൾ ഇനി നോക്കുന്നത് മലയാളികളായ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ കുറിച്ചാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര മലയാളികളാണ് ICL ഉണ്ടായിരുന്നത്. നോക്കൂ, 6 പേരാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒരു വനിതയാണ് ആനി മസ്ക്രീൻ, നമ്മൾ പഠിച്ചു. ബാക്കി വരുന്ന 5 വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാവേ. ഒരു ചെറിയ കോഡ്. തിരുവിതാംകൂർ എന്ന് പറയുന്ന സമയത്ത് പട്ടം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പട്ടം ഇവിടെ കാണാം അല്ലെ, പട്ടം പറത്തുകയാണ്. 2 പേര് ചേർന്ന് പറത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച്, പട്ടം പറത്തി ഇങ്ങനെ നടക്കുന്ന ഒരു ചിത്രം ആലോചിക്കുക അല്ലെ. 2 വ്യക്തികൾ ഇതാ പട്ടം പറത്തി നടക്കുന്ന ഒരു പിക്ചർ നിങ്ങൾ ആലോചിക്കുക. ഇതാ ഒരാളുടെ പേര് ഞാൻ ഇവിടെ റൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഒരാളുടെ പേര് ശങ്കരൻ അല്ലെ. നമുക്കറിയാം, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ് R ശങ്കർ. അപ്പൊ പഠിക്കണേ മക്കളെ, R ശങ്കർ. ശങ്കരനും മുഹമ്മദും എന്ന് ആലോചിക്കുക. 2 വ്യക്തികളാണ്. ശങ്കര മുഹമ്മദ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന 2 പേര്, ശങ്കരനും മുഹമ്മദും കൂടി പട്ടം പറത്തുകയാണ്. പട്ടം പറത്തുക, ഈ കോഡൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കേരള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് തിരുക്കൊച്ചി സംയോജനം അല്ലെ, തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ആദ്യത്തെയും അവസാനത്തെയും പ്രധാനമന്ത്രിമാരൊക്കെ നമ്മൾ ഇതുപോലെ കൊച്ചിയിലെ പന ഇക്കണ്ടത്തിലാണെന്നും തിരുവിതാംകൂറിൽ പട്ടം പറത്തി എന്ന കോഡൊക്കെ പഠിക്കാറുണ്ട്. അതൊന്നും ഇതായിട്ട് നിങ്ങൾ യോജിപ്പിക്കരുത്. തിരുവിതാംകൂറിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പട്ടം പറത്തിയ കഥ ആലോചിക്കുക. പട്ടം പറത്തിയ കഥ എന്ന് പറയുമ്പോൾ നോക്കൂ, ശങ്കരനും മുഹമ്മദും പട്ടം പറത്തുന്നു. എന്നിട്ട് അവരിങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ ആ പട്ടം എന്ത് ചെയ്യുന്നു, ഒരു പ്ലാവിന്റെ മുകളിൽ കുടുങ്ങുന്നു. ആ കുടുങ്ങുന്നത് അയക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ 2 പേരും ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത് അല്ലെ. അപ്പൊ പട്ടം എവിടെ കുടുങ്ങിയടാ, ഇവിടെ കുടുങ്ങി. പ്ലാവിന്റെ മുകളിലെ ചക്കകളൊക്കെ കാണാൻ നീക്കിവിടെ. അപ്പൊ എവിടെ കുടുങ്ങി, ചക്കയിൽ കുടുങ്ങി നിൽക്കുകയാണ്. അപ്പോ പട്ടം പറത്തി ശങ്കരനും മുഹമ്മദും നടന്നപ്പോൾ പട്ടം എന്താക്കിയടാ, ചക്കയിൽ കുടുങ്ങി നിൽക്കുകയാണ്. ചാക്കോ എന്നുള്ളത് ചക്ക എന്നാക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ചക്ക വീണുവെന്നോ അങ്ങനെ എന്തെങ്കിലും, എന്ത് വേണം ആലോചിക്കുക. പട്ടം പറത്തി ഇങ്ങനെ ശങ്കരനും മുഹമ്മദും നടന്ന സമയത്ത് ചക്ക തലയിൽ വീണുന്നോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആലോചിച്ചിട്ട് ഇത് പഠിച്ചിരിക്കണം. ക്ലിയർ ആണോ? പട്ടം താണിപ്പിള്ള, R ശങ്കർ, K മുഹമ്മദ്, PS നടരാജപിള്ള, PT ചാക്കോ. സെറ്റ് ആണെന്ന് കരുതുന്നു. ഇനി നോക്കേണ്ടത് മദ്രാസ് ആണ്. മദ്രാസ് എന്ന് പറയുന്ന സമയത്ത് മലബാറാണ്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള മേഖലകൾ വരുന്ന മലബാറിൽ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിട്ട് 9 ആളുകളായിരുന്നു. നോക്കൂ, മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിട്ട് മലയാളികൾ, മലബാറിന്റെ ഭാഗമായിട്ട് 9 പേരാണുള്ളത്. അവിടെ നമ്മള് 2 പേര് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ആരൊക്കെയാണത്? 2 വനിതകള്, അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ആനി മസ്ക്രീൻ തിരുവനന്തപുരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആകെ എത്ര പേര് പഠിച്ചോ? 6 പേരാണ് അവിടെ പഠിച്ചോ. തിരുവനന്തപുരത്ത്, തിരുവിതാംകൂറിൽ 6 പേരാണ് അല്ലെ. 5 പേര് നമ്മൾ കോഡാക്കിയും ഒരാള് ആനി മസ്ക്രീൻ നമ്മൾ ആദ്യവും പഠിച്ചു. സെറ്റ് ആണ്. ഓക്കെ, ഇവിടെ 7 പേരാണ് ബാക്കി വരുന്ന പുരുഷന്മാർ. ഇത് നമ്മൾ എങ്ങനെ കോഡാക്കി പഠിക്കാം നോക്കാം. ഒരു ചെറിയ പൊടിക്കൈയാണ്, പറ്റുന്നവരൊക്കെ ഇത് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നോക്കൂ, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അബ്ദുൾ സത്താർ ഹാജി, P കുഞ്ഞിരാമൻ, AK മേനോൻ, B പോക്കർ, K മാധവ മേനോൻ, KTM അഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അപ്പൊ ഈ പേരുകളൊക്കെ ഇച്ചിരി പാടാണ് മുഴുവനായിട്ട് ഓർത്തു വെക്കാന്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ഞാൻ പറയാവേ.
കുഞ്ഞിരാമേട്ടന്റെ യോമന മകന. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ നമ്മളെ ഹരീഷ് കണാർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ചലച്ചിത്ര താരമുണ്ടല്ലോ, ഞങ്ങളുടെ കോഴിക്കോടുകാരനാണ്, അദ്ദേഹത്തിന്റെ ഒരു കോമഡി സ്കിറ്റിലെ പാട്ടാണ് അല്ലെ, ജാലിയൻ കണാർ എന്നൊക്കെ പറഞ്ഞത്, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ എന്തായാലും കുഞ്ഞിരാമായണം എന്നൊരു സിനിമ നിങ്ങൾക്കറിയാം, എന്താ അറിയാം, കുഞ്ഞിരാമായണം. അപ്പോ നല്ല സ്വത്തുള്ള, നോക്കൂ ആ സിനിമ കണ്ടവർക്ക് ഏതോടൂ, സ്വത്തുള്ള കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ ഗൾഫിൽ പോയിട്ട് അത്യാവശ്യം ഒരു പരിഷ്കാരിയൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വരുന്ന ഒരു സിനിമയാണ് കുഞ്ഞിരാമായണം. അപ്പൊ നല്ല സ്വത്ത് ഇദ്ദേഹം സമ്പാദിക്കാം കേട്ടോ, ഒരു പണക്കാരാണ്, അദ്ദേഹത്തിന്റെ വീട് കണ്ടല്ലോ. അപ്പൊ സ്വത്തുള്ള കുഞ്ഞിരാമന്റെ ഏക 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 മോൻ, മകനല്ല മോൻ, ഏക മോനാണ് ഈ കാണുന്ന കുട്ടി. ഓക്കെ, അപ്പൊ സ്വത്തുള്ള കുഞ്ഞിരാമന്റെ ഏകമോൻ AK മേനോൻ എന്ന് കിട്ടണേ, എന്നാൽ മാത്രമേ ഇത് കത്തൂ. അപ്പോ ആ ഏക മോനെ എന്ത് ചെയ്യുന്നു? പോക്കിരിയായ മാധവൻ. ഏത് മാധവൻ? പോക്കിരിയായ മീശ മാധവൻ കേട്ടോ. ഇച്ചിരി കടുന്ന കൈയാണ്, എന്നാലും നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമെങ്കിൽ ആലോചിക്കാം. അപ്പോ സ്വത്തുള്ള കുഞ്ഞിരാമന്റെ ഏക മോനെ പോക്കിരിയായ മാധവൻ എന്തു ചെയ്യുന്നു? KTM ബൈക്കിന്റെ മുകളിൽ വന്നിട്ട്, നോക്കൂ, KTM ബൈക്കിന്റെ മുകളിൽ വന്നിട്ട് അടിച്ചോണ്ട് പോവുകയാണേ. ആ പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ നല്ല ചിരിച്ചുകൊണ്ടാ പോകുന്നില്ലേ, മീശ മാധവൻ നിങ്ങൾക്ക് അറിയാം, മീശ പിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ചിരിച്ചു കൊണ്ടുപോവാണ്, സ്മൈൽ ചെയ്തിട്ട് എന്ത് ചെയ്തു? അടിച്ചുകൊണ്ട് പോയി. നല്ല ചിരിച്ചിട്ട് നൈസായിട്ട് അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോയി കേട്ടോ. കട്ട് കൊണ്ടുപോയി, കള്ളനാണ്, അങ്ങനെ ആലോചിക്കുക. ആ മകനെ കട്ട് കൊണ്ടുപോയി കിഡ്നാപ്പിംഗോ എന്ത് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പോ സ്വത്തുള്ള കുഞ്ഞിരാമന്റെ ഏകമോനെ മോനെ എന്ത് ചെയ്തു? പോക്കിരിയായ മാധവൻ KTM ബൈക്കിന്റെ പോയിട്ട് ചിരിച്ചോണ്ട് അടിച്ചുകൊണ്ട് പോയി. ഇസ്മായിൽ എന്നുള്ളത് ഞാൻ സ്മൈൽ ആക്കിയതാണ്. ഓക്കെ, അവിടെ നിർത്തുന്ന കോഡ്. പേരിലേക്ക് വരാം. അബ്ദുൽ സത്താർ ഹാജി, സത്താർ, കുഞ്ഞിരാമൻ, AK മേനോൻ, AK മേനോൻ, പോക്കിരി, മാധവ മേനോൻ, KTM അഹമ്മദ് ഇബ്രാഹിം. അവിടെ KTM എന്നുള്ളത് ഒരു ബൈക്ക് ഓർമ്മയുള്ളവർക്ക് മാത്രമേ ഇത് കിട്ടൂ, ആ കോഡ്. ഇനി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ഇസ്മായിൽ എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. ഇത് മനസ്സിരുത്തി 2-3 തവണ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ നല്ല നല്ല കോഡുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലത്, സ്വന്തമായിട്ട് കോഡുകൾ ഉണ്ടാക്കുക കേട്ടോ. ഇത് എന്റെ തലയിൽ ഞാൻ ഈ സിനിമയൊക്കെ കണ്ടതുകൊണ്ട് എനിക്കത് ഓർക്കാൻ പറ്റിയത് കൊണ്ട് ഞാനിത് കണക്ട് ചെയ്യാൻ എനിക്ക് എളുപ്പമാണ്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ട് ഓർത്തെടുക്കാൻ പറ്റണം. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും രസകരമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഇത് ക്ലിയർ ആണോ? ഇങ്ങനെ 7 പേരടക്കം നമ്മൾ 9 പേര് ഇവിടെ മദ്രാസിന്റെ ഭാഗമായിട്ട് മലബാറിൽ, ഓക്കെ, തിരുവിതാംകൂറിൽ 6 പേര്. പിന്നെ നോക്കൂ, അപ്പൊ 9 ഉം 6 ഉം 15 പേരായിട്ടുണ്ട്. ഇനി 2 പേര് വേണം. കൊച്ചിയിൽ ഒരൊറ്റ ആളുകളോ, നമ്മളെ പനമ്പള്ളി ഗോവിന്ദമേനോനാണ്, പഠിച്ചല്ലോ. കൊച്ചിയിലെ പന ഇക്കണ്ടത്തിലാണ്, അവിടെ നമുക്ക് പനമ്പള്ളി പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ അതുപോലെ കൊച്ചി പനമ്പള്ളി ഗോവിന്ദമേനോൻ പഠിച്ചു കൊടുക്കുക. UP പ്രവിശ്യയിലെ യുണൈറ്റഡ് പ്രൊവിൻസിന്റെ ഭാഗമായിട്ട് ജോൺ മത്തായി, നമ്മൾ നേരത്തെ പഠിച്ച ഇടക്കാല മന്ത്രിസഭയിലൊക്കെ അംഗമായിരുന്ന ജോൺ മത്തായി ചേട്ടനും എന്തുണ്ട്, ICAയിൽ അംഗമായിരുന്നു. അപ്പൊ ഇത്രയും ആളുകള്, മലയാളികളായ ആളുകള്, 15 വനിതകള്. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ സ്ക്രീനിന്റെ റെസൊല്യൂഷൻ ഒക്കെ ഒന്ന് കൂട്ടി വെക്കുക, വീഡിയോ യൂട്യൂബ് കാണുന്നതുകൊണ്ട്. എന്നിട്ട് ഈ പേരുകളൊക്കെ രസകരമായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം, PDF നോട്ട് കാണാത്തവർ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് അംഗങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളായിട്ട് 3 പേരുണ്ടായിരുന്നു. ആ 3 പേരെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ആകെ ടോട്ടൽ 389 അംഗങ്ങളൊന്നും നമുക്ക് പഠിക്കേണ്ടതില്ല. നമുക്ക് ആവശ്യമുള്ളത് മലയാളികള്, പിന്നെ പ്രധാനപ്പെട്ട വനിതകള്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ 3 പേരാണ്. ഫ്രാങ്ക് ആയിട്ട് പാറ്റ കോളിംഗ് ബെൽ അടിച്ചു എന്ന് വേണമെങ്കിൽ ആലോചിച്ചോ. ഫ്രാങ്ക് ആന്റണി പ്രാറ്റർ കോളിൻസ്, ഫ്രാങ്ക് ആയിട്ട് പാറ്റ കോളിംഗ് ബെൽ അടിച്ചു. ഓക്കെ ആണല്ലോ. അതുപോലെ മോദി സിദ്ധാശ്രമത്തിൽ മസാജ് ചെയ്യാൻ പോയി എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. HP മോദി വരുന്നുണ്ട്, RK സിധുവ വരുന്നുണ്ട്, MR മസാനി വരുന്നുണ്ട്. ഇവർ 3 പേരും പാഴ്സി മതക്കാരാണ്. പാഴ്സി മതത്തിന്റെ ഭാഗമായിട്ട് 3 പേരാണ് ഉണ്ടായിരുന്നത്. അവിടെ മോദി എന്ന് പറയുന്ന പേര് പാഴ്സി മതത്തെ കണക്ട് ചെയ്യാം. മോദി സിദ്ധാശ്രമത്തിൽ, സിധുവ മോദി, സിധുവ മസാജിന് പോയി. മസാനി കോഡിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഫ്രാങ്ക്, പാറ്റ, കോളിൻ, അതും നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. ഇനി ഗൂർഖ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് ദാബർ സിംഗ്, നമ്മള് ലാലേട്ടന്റെ ഒരു സിനിമയിലൊക്കെ പറയുന്ന കാര്യമില്ലേ, ഗൂർഖ എന്ന് പറഞ്ഞിട്ട് ആ ദാബർ സിംഗിനെ ആലോചിക്കുക, ദാബർ സിംഗ് ഗുരു. ഓക്കെ, 1946 നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946-ലാണ്. 46 ഡിസംബർ 6-ാം തീയതി, കൃത്യമായിട്ട് പഠിക്കണേ. ഭരണഘടനാ നിർമ്മാണ സഭ ICA രൂപീകരിച്ചത് ഡിസംബർ 6-നാണ്.
ഡിസംബർ 9-ാം തീയതി 1946 ഡിസംബർ 9-ാം തീയതി ആദ്യമായിട്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഒരു സമ്മേളനം അല്ലെ ആദ്യത്തെ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് ആ ഡേറ്റ് ആണ് തെരഞ്ഞെടുത്തത് ഡിസംബർ 9. അപ്പൊ പ്രഥമ സമ്മേളനം നടന്നതെന്നാണ് ഡിസംബർ 9-ലാണ്. ICA രൂപീകരിച്ചത് ഡിസംബർ 6-നാണെങ്കിൽ പ്രഥമ സമ്മേളനം നടന്നത് ഡിസംബർ 9-നാണ്. ഈ ഒരു സമ്മേളനത്തിൽ ആദ്യമായിട്ട് സമ്മേളനം നടക്കുകയാണ് അല്ലെ. ആ സമ്മേളനത്തിൽ ഒരു താൽക്കാലികനായിട്ട് ഒരു അധ്യക്ഷൻ ഉണ്ടാവുമല്ലോ. ഏതൊരു സമ്മേളനം അല്ലെ ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആദ്യമായിട്ടൊരു സമ്മേളനം നടക്കുമ്പോൾ അവിടെ താൽക്കാലികമായിട്ടൊരു അധ്യക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷനായിരുന്ന വ്യക്തി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. കൂട്ടുകാർ നിർബന്ധമായിട്ടും അറിയാത്തവർ പഠിച്ചോളുക. ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഇത്തരത്തില് ആദ്യമായിട്ട് സമ്മേളനം നടന്നു എന്ന് പറഞ്ഞു ഡിസംബർ 9-ന്. ആ സമ്മേളനത്തിൽ ആകെ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം കൂട്ടുകാർ പഠിച്ചു വെക്കണം, 207 പേരായിരുന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207 ആണ്. ആ അംഗങ്ങളിൽ വനിതകളായിട്ട് 9 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആകെ വനിതകൾ എത്ര പേരായിരുന്നു? പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം എത്ര പേരായിരുന്നു? മലയാളി വനിതകൾ എത്ര പേരായിരുന്നു? ഒക്കെ പഠിച്ചതാണ്. പക്ഷെ ഇതെന്താണ് പറയുന്നത്? ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9 പഠിച്ചല്ലോ, പഠിച്ചു. ICAയുടെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെയാണോ? പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ്. അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടണം. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടന്നത്. ഈ ഒരു ആദ്യ സമ്മേളനം നടന്ന സമയത്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് സംസാരിച്ചത് JB കൃപലാനിയാണ്. ആചാര്യ JB കൃപലാനിയാണ്. പഠിച്ചു വെക്കണം. ഇതെല്ലാം സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. കൂട്ടുകാർ നോക്കൂ, 1946 ഡിസംബർ 11 എത്തിയ സമയത്ത് സമ്മേളനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 9-ന് ആരംഭിച്ചു, 10, 11 എത്തിയ സമയത്ത് ആ ഒരു സമ്മേളനത്തിൽ എന്ത് തീരുമാനിക്കുന്നു? സഭയുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നു. ഡിസംബർ 11-ന് സ്ഥിരം ചോദിക്കുന്ന ഡേറ്റ് ആണ്. ഈ ഒരു സമ്മേളനത്തില് ഡിസംബർ 11-ന് സ്ഥിരം അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. ഇനി ഒരു ചോദ്യം അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനും സ്ഥിരം അധ്യക്ഷനും പഠിച്ചു കഴിഞ്ഞാൽ ഉപാധ്യക്ഷന്മാരായിട്ട് 2 പേരുണ്ടായിരുന്നു. അവരെ കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ICAയുടെ ഉപാധ്യക്ഷന്മാരായിട്ട് തെരഞ്ഞെടുത്തത് HC മുഖർജിയെയും VT കൃഷ്ണമാചാരിയെയുമാണ്. നോക്കൂ, ജയ്പൂരിന്റെ ഒക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്ന VT കൃഷ്ണമാചാരി പഠിച്ചു വെക്കണം. പേര് ഇനീഷ്യൽ തെറ്റിക്കരുത്. TT എന്ന് പറഞ്ഞാൽ ആള് മാറും. അതുപോലെ HC മുഖർജിയാണ്. നമുക്ക് ഇന്ന് ക്ലാസിന്റെ അവസാനത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേഖല ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും, കൺഫ്യൂഷൻ ഇല്ലാതെ. ഞാൻ അവസാനം പറയാം. അപ്പൊ HC മുഖർജി, സി എന്നാലോചിക്കുക. ഈ ക്രിസ്ത്യൻ എന്ന് പറയുന്നതിൽ C ഉണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹം ഒരു ന്യൂനപക്ഷ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ബംഗാളിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് HC മുഖർജി. ആ പേരൊന്ന് ശ്രദ്ധിക്കണേ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരിൽ 2 പേരിൽ ആരൊക്കെയാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. സെറ്റാണോടാ? സെറ്റാണോ? ആ 2 പേര് പഠിച്ചല്ലോ. ഇങ്ങനെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ ഡിസംബർ 13 എത്തിയ സമയത്ത്, ഡിസംബർ 13 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസംബർ 6-ന് രൂപീകരിച്ചു, 9-ന് ആദ്യ സമ്മേളനം, 11-ന് സ്ഥിരം അധ്യക്ഷനെ തിരഞ്ഞെടുത്തു, 13 എത്തിയ സമയത്ത് 13 ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നമ്മുടെ നെഹ്റുവാണ്. ആരാണ്? നെഹ്റുവാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നു. പഠിച്ചല്ലോ, ക്ലിയർ ആണല്ലോ. 1946 ഡിസംബർ 23 വരെയായിരുന്നു ആദ്യ സമ്മേളനം നടന്നത്. ഡിസംബർ 23 വരെയായിരുന്നു ആദ്യ സമ്മേളനം നടന്നത്. അപ്പൊ നോക്കണം, 9-ാം തീയതി ആരംഭിച്ച സമ്മേളനം 23 വരെ നടന്നു. 1947 തൊട്ടടുത്ത വർഷം, ശ്രദ്ധിച്ച നിങ്ങള്, ജനുവരി മാസം 22-ാം തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആദ്യ സമ്മേളനത്തിനിടയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഡിസംബർ 13-ന് നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ പിറ്റേത്തെ വർഷം നോക്കൂ, ജനുവരി 22-നാണ് ആ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ജനുവരി 22. രസമായിട്ട് ആലോചിച്ചേ. 1947 ജൂലൈ 22, രണ്ടും 2 ഡേറ്റ് ആണ്, മാറിപ്പോരുത്. ജനുവരി 22-ന് ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നു. ജൂലൈ 22 എത്തിയ സമയത്ത്, ജൂലൈ നോക്കൂ, സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണ്. 47 ജൂലൈ, ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അപ്പൊ ജൂലൈ 22 എത്തിയ സമയത്ത് ICA എന്ത് ചെയ്യുന്നു? നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിക്കുന്നു. മക്കളെ പഠിക്കണേ, ജൂലൈ 22 സ്ഥിരം ചോദിക്കുന്നതാണ്. PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. ദേശീയ പതാക ICA അംഗീകരിച്ചത് 47 ജൂലൈ 22. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് ജനുവരി 22. സെറ്റാണോ? നോക്കൂ, 47 ആഗസ്റ്റ് 14-ന് ഈ ICA എന്ന് പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നു. സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണ് അല്ലെ. നാളെ ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണ്. അപ്പൊ തലേ ദിവസം എന്ത് ചെയ്തു?
അതൊരു നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നു. ക്ലിയർ ആണല്ലോ? നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരു പോയിന്റ് വർഷം ഞാൻ വീണ്ടും സ്റ്റാർ മാർക്ക് ഇട്ട് വെക്കുന്നു. 47 ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29 സ്വാതന്ത്ര്യം കിട്ടുന്നു അല്ലെ? സ്വാതന്ത്ര്യം കിട്ടുന്നത് 15-നാണെന്ന് നിങ്ങൾക്കറിയാം. വീണ്ടും നോക്കിക്കേ, ഒരു 14 ദിവസം കഴിഞ്ഞ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ് ICAയിൽ. എന്താണ് ആ കമ്മിറ്റി? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതുകൊണ്ടാണ് ഞാൻ കളർ മാറ്റി കൊടുത്തത്. 7 അംഗങ്ങളാണ് കേട്ടോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നത്. 7 അംഗങ്ങളുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ 7 അംഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നോക്കിക്കേ, 7 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ 9 പേരുണ്ടായിരുന്നു. 2 പേർക്ക് പകരം വേറെ 2 പേര് വരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ 7 അംഗങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പാട്ടുപാടി തന്നെ പഠിക്കണം. ഞാനിത് പല രൂപത്തിൽ കോഡൊക്കെ നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. അതുപോലെ PSC പരീക്ഷയിൽ ഈ അടുത്ത് വരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിക്കേ, BR അംബേദ്കർ ഏതൊരു പരീക്ഷയ്ക്കും LGS ലെവൽ പരീക്ഷയ്ക്ക് കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഈ 7 BR അംബേദ്കർ ചെയർമാനാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവൻ ചെയർമാൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പൊ BR ആണ് ചെയർമാൻ. KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ. കോഡാക്കി തന്നെ പഠിച്ചോ. പല അധ്യാപകരുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാനത് ഇവിടെ പറയുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ കോഡൊക്കെ തന്നെ വെച്ചിട്ട് നിങ്ങൾ ഈ പേരുകൾ പഠിക്കണേ. BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ. സെറ്റ് ആണോ? നോക്കൂ, നമ്മൾ ചെയ്ത്താൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്, കോഡാക്കി പഠിക്കാനാണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഗെയ്ത്താൻ, DP ഗെയ്ത്താനും അതുപോലെ BL മിത്തർ, മിച്ചർ എന്നുള്ള കോഡൊക്കെ പറയാറുണ്ടല്ലേ, അതുപോലെ BL മിത്തർ. അപ്പൊ മിത്തർ ഗെയ്ത്താൻ, ഈ 2 പേരില് ഗെയ്ത്താൻ 48 മരണപ്പെടുന്നു. അദ്ദേഹത്തിന് പകരമായിട്ട് TT കൃഷ്ണമാചാരി വരുന്നു. ഗെയ്ത്താന് പകരമായിട്ട് TT കൃഷ്ണമാചാരി. TT ആണ്, ട്രെയിനൊക്കെ വേണേ ആലോചിച്ചോ, TT ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞ ഉപാധ്യക്ഷൻ അത് VT കൃഷ്ണമാചാരി ആയിരുന്നു, മാറിപ്പോരുത്. ഇത് TT കൃഷ്ണമാചാരി. നോക്കൂ, BL മിത്തറിന് പകരം, അദ്ദേഹം രാജിവെച്ചതിന് പകരമായിട്ട് N മാധവറാവു വരുന്നു. N മാധവറാവു വരുന്നു. അങ്ങനെ 7 അംഗങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഗെയ്ത്താൻ, BL മിത്തർ. DP ഗെയ്ത്താന് പകരം TT കൃഷ്ണമാചാരി വരുന്നുണ്ട്. അതുപോലെ മിത്തറിന് പകരം N മാധവറാവു വരുന്നുണ്ട്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ഉൾപ്പെടാത്തവര് അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിക്കും. ഒരു മാർക്ക് ഇവിടെ കിട്ടും. മസ്റ്റ് ആയിട്ട് പഠിച്ചോളുക കൂട്ടുകാരെ. നോക്കൂ, ഒരു ചോദ്യം അവിടെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചതാരാണ്? നസീറുദ്ദീൻ അഹമ്മദ് എന്ന് പറയുന്ന നിയമവിദഗ്ധനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത്. നസീറുദ്ദീൻ അഹമ്മദ്. പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഒരു റയർ പോയിന്റ് ആണ്. നോക്കൂ, 47 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒക്കെ രൂപീകരിക്കുന്നു. നവംബർ 17 ആയ സമയത്ത് നോക്കൂ, ഇതൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ കൂട്ടുകാരെ. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് ICA സമ്മേളിക്കുകയാണ് നവംബർ 17. ആ ഡേറ്റ് ഏതാണ്? നവംബർ 17. അവിടെ ശ്രദ്ധിച്ചു വെക്കേണ്ട ഡേറ്റ് ആണ് നവംബർ 17. ആ ഒരു സമ്മേളനത്തില് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ആ സഭയുടെ പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. അദ്ദേഹമാണല്ലോ അല്ലെ അതിനു മുമ്പേ സ്ഥിരം അധ്യക്ഷനായിട്ടുള്ളത്. എന്നാൽ ആ സമ്മേളനത്തിൽ അതിന്റെ സ്പീക്കറായിട്ട് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറിക്കഴിഞ്ഞല്ലോ അല്ലെ. അപ്പൊ അവിടെ സ്പീക്കറായിട്ട് വരുന്നത് നമ്മുടെ ആദ്യത്തെ സ്പീക്കറായ GV മാവ്ലങ്കാർ ആണ്. പഠിക്കണേ, GV മാവ്ലങ്കാർ ആയിരുന്നു ICA അഥവാ 1947 നവംബർ 17 സമ്മേളിച്ച സഭയുടെ നമ്മുടെ സ്പീക്കർ. പഠിച്ചു വെക്കണം. ക്ലിയർ ആണോ? നോക്കൂ, പിറ്റേത്തെ വർഷം സ്വാതന്ത്ര്യത്തിന് ശേഷം 48 ഫെബ്രുവരി 28 ആയ സമയത്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിന്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്തിരി സ്പീഡിൽ പറയുന്നത് കൂട്ടുകാർക്ക് യൂട്യൂബിൽ സ്ലോ ആക്കിയിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ സ്പീഡായിട്ട് തോന്നുന്നവർ അങ്ങനെ കണ്ടോളുക. അപ്പോ ആദ്യ ഡ്രാഫ്റ്റ് ഈ ജനങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക്, കാരണം ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന നിയമസംഹിത, അപ്പൊ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ ആ ഡ്രാഫ്റ്റ് പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് നോക്കൂ, 48 ഫെബ്രുവരി മാസം. ആ ഡേറ്റ് ഒക്കെ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമുകാർ കൃത്യമായിട്ട് പഠിക്കണേ, മസ്റ്റ് ആണ്. ഫെബ്രുവരി 28 പ്രസിദ്ധീകരിക്കുകയാണ്. നോക്കൂ, 3 തവണയായിട്ട് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ നോക്കൂ, നവംബർ മാസത്തിലെത്തുന്നു. 48 നവംബർ മാസത്തുന്നു. ആ നവംബർ മാസത്തിന് സമയത്ത് ഭരണഘടനയുടെ പൂർണ്ണ രൂപം 1948 നവംബർ 4 1948 നവംബർ 4 പൂർണ്ണ രൂപം എന്ത് ചെയ്യുന്നു? BR അംബേദ്കർ ICAയിൽ അവതരിപ്പിക്കുന്നു. 1948 നവംബർ 4 ശ്രദ്ധിച്ചു വെക്കണം. 46 രൂപീകരിച്ച കഥകളാണ് നമ്മൾ പറയുന്നത്. 47 സ്വാതന്ത്ര്യം കിട്ടുന്ന വേളയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നീട് 48 എത്തിയ സമയത്ത് ഫെബ്രുവരി മാസം ആദ്യ ഡ്രാഫ്റ്റ് ജനങ്ങൾക്കായിട്ട് കൊടുക്കുന്നു അല്ലെ. നോക്കൂ, നവംബർ എത്തിയ സമയത്ത് അത് ICAയിൽ നമ്മുടെ BR അംബേദ്കർ അവതരിപ്പിക്കുന്നു. 1948 നവംബർ 4. അങ്ങനെ തന്നെ ആലോചിച്ച് പഠിക്കണ ഡേറ്റുകള്. 1949 ഒരു വർഷം കഴിയുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വർഷം അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് 3ാമതായിട്ട് ഈ ഭരണഘടന വായിക്കുകയും
അങ്ങനെ ആ ഭരണഘടന അംഗീകരിക്കാനുള്ള പ്രമേയം BR അംബേദ്കർ അവതരിപ്പിക്കുന്നു. ഒരു വർഷം കഴിയുന്നു, അതിന്റെ വിവിധ തിരുത്തലുകൾ വരുത്തുന്നു, വിവിധ മാറ്റങ്ങൾ വരുത്തുന്നു, അല്ലെ, കൂട്ടിച്ചേർക്കലുകൾ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ ഭരണഘടന പരിഷ്കരിച്ച് ഒരു വർഷത്തിന് ശേഷം 1949 നവംബർ 14 മൂന്നാമതായിട്ട് ഭരണഘടന വായിക്കുകയും എന്ത് ചെയ്യുന്നു, അംഗീകരിക്കാനുള്ള ഒരു പ്രമേയം BR അംബേദ്കർ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. 1949 നവംബർ 26, നവംബർ 14 ശ്രദ്ധിക്കണം, ആ ഡേറ്റ് നവംബർ 14 അവതരിപ്പിക്കുന്നത്. അങ്ങനെ നവംബർ 26 എത്തിയ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്, LGS പരീക്ഷയ്ക്ക് വരെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഡേറ്റ് ആണ്. 1949 നവംബർ 26, അല്ലെ, നവംബർ 26 നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കുന്നു. ഇതാണ് നമ്മുടെ ഭരണഘടന എന്ന് അംഗീകരിക്കുന്നു, അല്ലെ, അഡോപ്റ്റ് ചെയ്യുന്നു. നോക്കൂ കൂട്ടുകാരെ, 11 സെഷനുകളായിട്ട് 165 ദിവസം ഇരുന്നിട്ടാണ് ഈ പറയുന്ന നാൾവഴികളിലെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഡേറ്റുകളെല്ലാം ഭരണഘടന കൂടിയിട്ട് അതിന്റെ പ്രോസസ്സുകൾ നടന്നത്, അല്ലെ. അങ്ങനെ ഭരണഘടന അംഗീകരിക്കുന്നു 49 നവംബർ 26. നവംബർ 26 ദേശീയ നിയമദിനമാണ് കൂട്ടുകാരെ, ദേശീയ നിയമദിനമാണ്. നിയമദിനം മാത്രമല്ല, 2015 നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഡേറ്റ് ദേശീയ ഭരണഘടനാ ദിനമായിട്ട് കൂടി ആചരിക്കുന്നുണ്ട്. സ്ഥിരം ചോദിക്കാറുണ്ട് PSC, ഭരണഘടനാ ദിനം എന്നാണ് നവംബർ 26, ജനുവരി 26 അല്ല. ഓക്കെ, ദേശീയ നിയമദിനം എന്നാണ്, നവംബർ 26. കാരണം ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് ആ ഡേറ്റ് ആണ്. സെറ്റ് ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു 11 സെഷനുകളിലായിട്ടുണ്ട്. ഡിഗ്രി ലെവൽ മെയിൻസിന് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ കൊടുത്തത്. ഇതിന്റെ PDF നോട്ട് സ്ട്രൈക്കർ കോച്ചിങ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് എഴുതിയെടുത്തിട്ടൊക്കെ പഠിക്കാവുന്നതാണ്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പോകുന്നവര് 10th ലെവലിലൊന്നും ഇത് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഡിഗ്രിക്കാരൊന്നും ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ, അവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. നമ്മൾ 1946 ഡിസംബർ 9 മുതൽ ഡിസംബർ 23 വരെ ആദ്യ സമ്മേളനം നടന്നു എന്ന് പറഞ്ഞു. അവസാനമായിട്ട് നവംബർ 14 നമ്മുടെ BR അംബേദ്കർ അവിടെ മൂന്നാമതായിട്ട് ഭരണഘടന വെക്കുന്നുണ്ട്. ഓക്കെ, ആ നവംബർ 26 അത് അംഗീകരിക്കുന്നുണ്ട്. 11ാമത്തെ സെഷൻ, അതുവരെയുള്ള സെഷനുകൾ ഭരണഘടന സമ്മേളിച്ച കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കി വെക്കുക. ഡിഗ്രി ലെവൽ മെയിൻ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു ചോദ്യം ഇതാണ് കൂട്ടുകാരെ. 49 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ആ അംഗീകരിച്ച സമയത്ത് ഇന്ത്യയിൽ നിലവിൽ വന്ന വ്യവസ്ഥ എന്ന് വെച്ചാൽ വകുപ്പുകൾ എന്താണ്? ഇന്ത്യയിൽ നിലവിൽ വന്ന വകുപ്പുകളിൽ പെടാത്തത് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചു. വകുപ്പുകളും നമ്മുടെ ഈ പറയുന്ന ഭാഗങ്ങളും എല്ലാം എഴുതി തയ്യാറാക്കി നമ്മുടെ ഭരണഘടന അംഗീകരിച്ചു. അതിൽ അന്നുണ്ടായിരുന്ന ആ സമയത്ത് അംഗീകരിച്ച സമയത്തുണ്ടായിരുന്ന വകുപ്പുകളിൽ ചിലത് എന്ത് ചെയ്തു? ആ സമയം തൊട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നു. മുഴുവനായിട്ടും ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടില്ല. കാരണം നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ രാജ്യം റിപ്പബ്ലിക് ആവും, ഭരണഘടന നിലവിൽ വന്നു കഴിഞ്ഞാൽ. അപ്പൊ നിലവിൽ വരുന്നത് 49 നവംബർ 26 അതെന്താണ്? 1950 ജനുവരി 26 കൂട്ടുകാർക്ക് അറിയാലോ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ജനുവരി 26 പക്ഷെ നവംബർ 26 തന്നെ തൊട്ട് മുമ്പിലത്തെ വർഷം 49 നവംബർ 26 തന്നെ ചില വ്യവസ്ഥകൾ, ചില വകുപ്പുകൾ ഇന്ത്യയിൽ നിലവിൽ വന്നിരുന്നു. അതിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഈ ചോദ്യം ഞാൻ തന്നെ തയ്യാറാക്കിയതാണ്. ഇത് നല്ലൊരു ചോദ്യമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക, നോട്ടിൽ എഴുതി വെക്കുക. അതിന്റെ ഉത്തരം മൗലികാവകാശമാണ്. ഏതാണ്? മൗലികാവകാശമാണ്. ഇലക്ഷൻ എന്ന് പറയുന്ന കാര്യവും പൗരത്വം എന്ന് പറയുന്ന സംഗതിയും അതുപോലെ തന്നെ പാർലമെന്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് തന്നെ നിലവിൽ വന്നിരുന്നു. അതിന്റെ ഉദാഹരണം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ഇതും ഞാൻ പറയുന്നു, ഡിഗ്രി ലെവൽ മെയിൻസിന് എഴുതാൻ പോകുന്നവർ നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. 10th ലെവൽ മെയിൻസുകാരും പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരം ചെയ്യുള്ളൂ കേട്ടോ. ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 9 വരെ പൗരത്വവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അപ്പൊ ബൈഹാർട്ട് ചെയ്യുക. 5, 6, 7, 8, 9, 10ഉം 11ഉം വരുന്നില്ല കേട്ടോ. അപ്പൊ 5 മുതൽ 9 വരെ ഒന്ന് പഠിച്ചു വെച്ചേ. 5, 6 മുതൽ 9 വരെ. പിന്നെ ആർട്ടിക്കിൾ 60 നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ ആർട്ടിക്കിൾ 324 നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. തൊട്ടടുത്ത ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരും കേട്ടോ. ആർട്ടിക്കിൾ നമ്മൾ വിശദമായിട്ട് മുഴുവൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആർട്ടിക്കിളും നമ്മൾ പഠിക്കും. ഈ ഒരു ചാനലോടെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആർട്ടിക്കിള് 366 മുതൽ വീണ്ടും ഞാൻ ഇതൊക്കെ ഭാവിയിൽ പറയും. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാത്തത്. ആ ക്ലാസ്സുകൾ വിശദമാക്കി തരാവേ. ആർട്ടിക്കിൾ 366 മുതൽ 88 വരെ ഒന്ന് നോക്കിക്കേ. 66, 67, 366, 367. ഈ 367 കഴിഞ്ഞാൽ പിന്നെ 79 വേണമെങ്കിൽ തിരിച്ചിടാം. 7 ഇവിടെ ഇടുക, 6 ഒന്ന് തിരിച്ചു 9, അങ്ങനെയൊക്കെ ആലോചിക്കാം. 366, 367, 379, 380 തൊട്ടടുത്തത് അല്ലെ. അപ്പൊ അത് 4 പഠിക്കുക. പിന്നെ 80 കഴിഞ്ഞാൽ വീണ്ടും 8, 8, 388. നിങ്ങൾ എന്തെങ്കിലും കോഡൊക്കെ ആക്കിയിട്ട് ഒന്ന് എഴുതി നോക്കുക. 4-5 തവണ അങ്ങനെ പറഞ്ഞ് പഠിച്ചാൽ അത് സെറ്റ് ആവും. ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക, അപ്പൊ ശരിയാവും. പിന്നീട് നോക്കൂ, ഏറ്റവും അവസാനത്തെ ആർട്ടിക്കിളുകളിലേക്ക് വരികയാണ്. 391,
92, 93, 94. അപ്പൊ ഇത്രയും ആർട്ടിക്കിളുകൾ 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച സമയത്ത് തന്നെ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ആർട്ടിക്കിളുകൾ എന്തൊക്കെയാണെന്ന് ഭാവിയിൽ നമ്മൾ ഓരോ ഭാഗത്തെ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ വിശദമാക്കി ഞാൻ തരാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. 1950 ജനുവരി മാസം 24 നോക്കൂ, 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചു. അതിനുശേഷം പിറ്റേത്തെ വർഷം ജനുവരി 24, 2 ദിവസം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വരാൻ പോവുകയാണ്. ജനുവരി 26 ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു. അപ്പൊ ജനുവരി 24 എത്തിയ സമയത്ത് നമ്മുടെ സമ്മേളനം അവസാനമായിട്ട് കൂടുകയാണ്. കാരണം എന്തിനാണോ നമ്മുടെ സമ്മേളനം ഈ സഭ രൂപീകരിച്ചത്? ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഭരണഘടനയൊക്കെ തയ്യാറായി, ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വരാൻ പോവുകയാണ്. അവസാനമായിട്ട് 1950 ജനുവരി 24 അവസാനമായിട്ട് സഭ സമ്മേളിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെല്ലാം നമ്മുടെ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നു. അപ്പൊ എത്ര പേരാണ് ഒപ്പുവെച്ചത് ചോദിക്കും? 284 പേരാണ്. തുടക്കം നമ്മൾ പറഞ്ഞു, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം തൊട്ടാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത്. അവസാനമായിട്ട് 1950 ജനുവരി 24 അവസാന സഭയുടെ സമ്മേളനത്തിൽ 284 പേർ പഠിച്ചു വെക്കണേ 284 പേർ ഒപ്പുവെക്കുന്നു. 1950 ഈ ജനുവരി 24 നമ്മുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും ദേശീയ മുദ്ര 2 ദിവസം കഴിഞ്ഞിട്ടാണ് മാറിപ്പോരുത്, അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ജനുവരി 24 ദേശീയ ഗാനം ദേശീയ ഗീതം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പം ദേശീയ മുദ്ര സിംഹമുദ്രയില്ലേ, ആ ദേശീയ മുദ്ര ജനുവരി 26 അംഗീകരിക്കുന്നത്. അന്ന് തന്നെ ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നു? ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നു. കെയിം ഓൺ എഫക്ട്. ക്ലിയർ ആണോ? 1950 ജനുവരി 26. അപ്പൊ ഈ ഡേറ്റുകള് കുറച്ചധികം ഞാൻ വിശദമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാം പഠിക്കേണ്ടതാണ്. സ്ഥിരമായിട്ട് എല്ലാ ഈ തന്നിരിക്കുന്ന ഡേറ്റുകളും ചോദിക്കാറുമുണ്ട്. ക്ലിയർ ആണോ? നോട്ടിലേക്ക് എഴുതി വെച്ച് തന്നെ പഠിക്കണം. ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഏറെക്കുറെ അതിന്റെ വർഷം, അതിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലെ? അപ്പോ നിങ്ങൾ ഒറ്റ വാക്കിൽ ചോദിക്കുകയാണെങ്കിൽ PS ചോദിക്കും, ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം എത്രയാണ്? 2 വർഷവും 11 മാസവും അല്ലെ? ഒരു മാസം കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ 3 വർഷം എന്ന് പറയാം. അപ്പൊ 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് PSC പരീക്ഷകളിന് മുമ്പ് 17 ദിവസം എന്ന് ഉത്തരമായിട്ട് PSC കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പോ 2 വർഷം 11 മാസം 18 ദിവസം അല്ലെങ്കിൽ 17 ദിവസം. ക്ലിയർ ആണോ? ഉത്തരം 17 എന്ന് PSC ഒരു പരീക്ഷയിൽ മുമ്പ് കൊടുത്തുകൊണ്ടാണ് ഞാൻ 17 ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തത് കേട്ടോ. ക്ലിയർ ആണല്ലോ? യഥാർത്ഥ ഉത്തരം 18 ദിവസമാണ്. ICAയുടെ ചിഹ്നത്തിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു ചിഹ്നം ഉണ്ടായിരുന്നു. ആ ചിഹ്നത്തില് ഔദ്യോഗികമായിട്ട് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ ആ ഒരു ചിഹ്നത്തിലായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. ആ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗത്തിന്റെ പേര് ചോദിച്ചാൽ കൂട്ടുകാർ എഴുതണം, ആനയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു ഭൂപടവും നോക്കൂ, ആനയുമായിരുന്നു ICAയുടെ ചിഹ്നത്തിലുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു പിക്ചറും അതിന്റെ മുകളിലായിട്ട് ആനയുടെ ചിത്രവുമായിരുന്നു. കടുവയോ സിംഹമൊന്നുമല്ല, ആനയാണ്. നമ്മുടെ ഭരണഘടന അങ്ങനെ അതിന്റെ രൂപീകരണത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ ഭരണഘടനയിൽ ഒരുപാട് ചിത്രപ്പണികൾ ചെയ്തിരുന്നു അല്ലെ? നമ്മുടെ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത് ലേഔട്ട് തയ്യാറാക്കിയതെല്ലാം നന്ദലാൽ ബോസ് എന്ന് പറയുന്ന ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായിട്ട് നമ്മൾ അറിയുന്ന നന്ദലാൽ ബോസ് എന്ന് പറയുന്ന ചിത്രകാരനാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. അടുത്തൊരു പേര് നിങ്ങൾ പഠിക്കേണ്ടത് പ്രേം ബിഹാരി നരേൻ റെയ്സ്ദ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? പ്രേം ബിഹാരി നരേൻ റെയ്സ്ദ. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി. നമ്മുടെ ഭരണഘടന ഈ നിർമ്മാതാക്കൾ ഇങ്ങനെ തയ്യാറാക്കിയ വേളയിൽ അതൊന്ന് വൃത്തിക്ക് എഴുതണമല്ലോ. അപ്പൊ അത്തരത്തില് നല്ല ഒരു ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉള്ള ആളല്ലേ? നരേഷൻ എന്നൊക്കെ ആലോചിച്ച് വെക്കുക. ബീഹാറുകാരനായിരുന്നോ? ഒരു നല്ല പേരല്ലടാ, ഒരു ലോങ് പേരല്ലേ, പഠിക്കാൻ പറ്റില്ലേ? പ്രേം ബിഹാരി നരേൻ റെയ്സ്ദ അല്ലെ? ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം ഈ കാണുന്ന പിക്ചർ അദ്ദേഹത്തിനാണ്. അദ്ദേഹമാണ് ഇതിന്റെ കയ്യെഴുത്തു പ്രതി എഴുതി തയ്യാറാക്കിയത്. പ്രേം ബിഹാരി നരേൻ റെയ്സ്ദ. പഠിക്കണേ. നന്ദലാൽ ബോസ് കവർ പേജ് ഡിസൈൻ ചെയ്തു. അടുത്തൊരു പേര്, ഇതിന്റെ ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് വസന്ത് കിഷൻ വൈദ്യാണ്. ഒരു വെറൈറ്റി പേരായിട്ട് പഠിക്കുക, വസന്ത് കിഷൻ വൈദ്യ. ഇതെല്ലാം ചോദിക്കും കേട്ടോ, ഇതെല്ലാം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്. അപ്പൊ വസന്ത് കിഷൻ വൈദ്യാണ്. കൂട്ടുകാരെ, നമ്മള് ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് മാത്രമല്ല, ഉള്ളിനകത്തേക്ക് നിങ്ങൾ മറച്ചിട്ട് കഴിഞ്ഞാൽ ഓരോരോ ഭാഗങ്ങൾ നമ്മൾ ആർട്ടിക്കിളുകൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? ആ ഭാഗങ്ങളിലൊക്കെ ചില പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ 22 ഭാഗങ്ങൾക്കകത്തും പിക്ചറുകൾ ഉണ്ടായിരുന്നു. നമ്മള് ആ മുഴുവനൊന്നും ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓരോരോ ഭാഗം പഠിക്കുമ്പോൾ അതൊക്കെ ഞാൻ വീണ്ടും റിവിഷൻ തരും. വീണ്ടും ഓരോന്നോരോന്നായിട്ട് പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് സെറ്റ് ആവും. തൽക്കാലം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഒന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഭാഗം 1 നമ്മൾ ഭരണഘടന മറച്ചിടുകയാണെന്ന് ചിന്തിക്കുക. ഭരണഘടനയ്ക്ക് അകത്തേക്ക് പോവുകയാണ് ഇനി. ഓക്കെ, അടുത്ത ക്ലാസ് മുതൽ
ഓരോരോ ഭാഗം നമുക്ക് പഠിക്കണം. ഭാഗം 1, 2, 3. അപ്പൊ ഭാഗം 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രം മോഹൻജദാരോ കാലഘട്ടമാണ്. മോഹൻജദാരോ കാലഘട്ടമാണ്. ഭാഗം 2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേദകാലമാണ്. ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്കത് പിന്നീട് പറയാം കേട്ടോ. ഭാഗം 3 എന്ന് പറയുമ്പോൾ രാമായണത്തെ ലങ്ക കീഴടക്കി രാമൻ സീതയെ മോചിപ്പിക്കുന്നതാണ്. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ഭാഗം 3-ലാണ്. അവിടെ ശ്രീരാമനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, ലങ്കയില് തടവിൽ ആയിരുന്ന സീതയെ മോചിപ്പിക്കണം അല്ലെ, ഒരു മനുഷ്യന്റെ അവകാശം. മൗലികാവകാശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാഗം 3-ലാണ്. അവിടെ വരുന്നത് ഈ പറയുന്ന രാമായണത്തിലെ ഭാഗമാണ്. അപ്പൊ ഇതിഹാസ കാലം വരുന്നുണ്ട് ഭാഗം 3-ല്. ഭാഗം 4-ലും ഇതിഹാസമാണ്. ഭാഗം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഹാഭാരതത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകുന്നതാണ്. കൂട്ടുകാരെ നോക്കൂ, മഹാത്മാ ഗാന്ധിജിയുടെ അടക്കമുള്ള ഒരുപാട് സോഷ്യലിസത്തിന്റെ അടക്കമുള്ള ആശയങ്ങള് ഇന്ത്യയില് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എഴുതി വെക്കുകയാണ്. അവരുടെ ആഗ്രഹങ്ങള് നല്ലൊരു ക്ഷേമ രാജ്യമായിട്ട് ഭാവിയിൽ മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ഉപദേശം എന്ന രൂപത്തിൽ വേണമെങ്കിൽ സർക്കാർ നടത്താൻ വേണ്ടിയിട്ടാണ്. നിർദ്ദേശക തത്വങ്ങൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ വരുന്ന 4-ലാണ്. അപ്പൊ ഭാഗം 4 ഒരു ഉപദേശമാണ് അല്ലെ. രാജ്യത്തിന്റെ അന്നത്തെ നമ്മുടെ ശില്പികള് അവരുടെ ഉപദേശമാണ്. അതുപോലെ നോക്കൂ, അർജുനനെ ഉപദേശിക്കുകയാണ് കൃഷ്ണൻ. നമുക്ക് മഹാഭാരതത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിയാലോ. അപ്പൊ അത് 4-ലാണ് അതിന്റെ ചിത്രം ഉൾപ്പെടുത്തിയത്. അപ്പൊ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകുന്നത്. അപ്പൊ അത്തരത്തിൽ ഓരോരോ അർത്ഥങ്ങൾ കൂടെയാണ് ഈ പിക്ചർ വരുന്നത്. അപ്പൊ 1 മോഹൻജദാരോ ഭാഗം 1, 2 വേദകാലമാണ്, 3 ഇതിഹാസകാലം പ്രത്യേകിച്ച് രാമായണം ആലോചിക്കുക, 4 മഹാഭാരതം ആലോചിക്കുക ഇതിഹാസമാണ്, അങ്ങനെ 5, 6 ഒക്കെ ഉണ്ട്. നമുക്കതൊക്കെ പിന്നീട് വിശദമായിട്ട് പഠിക്കാം. തൽക്കാലം 16 ശ്രദ്ധിക്കണം. ടിപ്പു സുൽത്താന്റെയും ലക്ഷ്മിബായിയുടെയും ഛായാചിത്രം 16-ൽ വരുന്നു. ടിപ്പു സുൽത്താന്റെയും ലക്ഷ്മിബായിയുടെയും. 17-ൽ ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര വരുന്നുണ്ട്. അതിന്റെയൊക്കെ അർത്ഥങ്ങളൊക്കെ നമുക്ക് ആ ഭാഗത്തെത്തുമ്പോൾ വിശദമായിട്ട് തരുന്നുണ്ട് കേട്ടോ. ഹിമാലയത്തിന്റെ കാഴ്ചയാണ് ഭാഗം 20-ൽ വരുന്നത്. അപ്പൊ 16 ടിപ്പുവും 17 മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയും 20 ഹിമാലയ കാഴ്ചയും കൂടി നിങ്ങൾ ചേർത്തൊന്ന് പഠിച്ചു വെക്കുക. തൽക്കാലം ഒരു 10th ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ ബാക്കിയൊക്കെ ഒഴിവാക്കിയത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. മുഴുവനും പഠിക്കണേ. നമുക്ക് വിശദമായിട്ട് ഓരോ ഭാഗം പഠിക്കുമ്പോൾ പഠിക്കാം. നോക്കൂ, അടുത്തൊരു പോയിന്റ് ICAയുമായി ചേർത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു പേരാണ് BN റാവു. ആരാണ്? BN റാവു. ICAയുടെ നിയമോപദേശകനായിരുന്നു ഈ BN റാവു എന്ന് പറയുന്ന വ്യക്തി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ബർമ്മയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിനൊക്കെ പങ്കുവഹിച്ച BN റാവു നമ്മുടെ ICAയിലെ നമ്മുടെ നക്കൽ ഈ കരട് രൂപം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ സഹായിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BN റാവു ആണ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിലെ ഈ പറയുന്ന കരട് നക്കൽ തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ BN റാവു ആണ്. അദ്ദേഹം ഒരു നിയമവിദഗ്ധനായിരുന്നു. ICAയുടെ നിയമോപദേശകൻ ആരാണെന്ന് ചോദിച്ചാൽ അതും BN റാവു ആണ്. ഈ BN റാവു ബർമ്മയുടെയും ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്ന വ്യക്തി കൂടിയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ PSCയുടെ PYQ ആണ് കേട്ടോ. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, നമ്മുടെ ഇന്റർനാഷണൽ കോർട്ടിലെ ഹേഗിലെ കോടതിയെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനെ കുറിച്ച് പറയാം. അപ്പൊ നോക്കൂ, ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ ഈ പറയുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നതും ഇദ്ദേഹമാണ്. ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന ക്ലാസ് എടുത്തിരുമ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. നോക്കൂ, ഭരണഘടനാ നിർമ്മാണ സഭ, ആ സഭയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇത്ര വർഷം എടുത്ത് എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ അങ്ങനെയൊക്കെ എഴുതി തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് ആകെ ചെലവായ തുക, ഈ പ്രോസസ്സിനൊക്കെ കൂടി ആകെ ചെലവായ തുക എന്ന് പറയുന്നത് ഏകദേശം 64 ലക്ഷം രൂപയാണ്. അന്നത്തെ 64 ലക്ഷം രൂപ വലിയൊരു തുകയാണ് അല്ലെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തി HVR അയ്യങ്കാർ ആയിരുന്നു. നമ്മൾ അതിന്റെ അധ്യക്ഷനെയും ഉപാധ്യക്ഷന്മാരെയും ഒക്കെ പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? സഭയുടെ സെക്രട്ടറി കൂടി പഠിച്ചു വെക്കണം. സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ ആയിരുന്നു. കൂട്ടുകാരെ, അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യത്തെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാന്റെ പേരും പഠിക്കണം. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിരുന്നത് SN മുഖർജിയാണ്. SN മുഖർജിയാണ്. അവിടെ ശ്രദ്ധിച്ചു വെക്കേണ്ടത് HC മുഖർജി ഉണ്ട്. ഇവിടെയാണ് ഒരു പ്രശ്നം, പലർക്കും തെറ്റുന്നതാണ്. HC മുഖർജിയാണ്, ഇത് SN മുഖർജിയാണ്. കൂട്ടുകാർ ശ്രദ്ധിക്കുക, സി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കോഡ് പറയാണ്. തുടക്കത്തിൽ പറഞ്ഞ HC മുഖർജി, സി നിങ്ങൾ ഒരു ക്രിസ്ത്യൻ എന്നുള്ള പേരിന്റെ ആ സി ആയിട്ട് എടുക്കാൻ വേണ്ടി പറയുകയാണെ, കോഡാക്കി. ഇദ്ദേഹം ഒരു ന്യൂനപക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തനമൊക്കെ ആയിരുന്നു. HC മുഖർജി, HC നേരത്തെ നമ്മൾ പഠിച്ചാണ്. ഓക്കെ, അദ്ദേഹം ഈ പറയുന്ന വൈസ് ചെയർമാൻ ആയിരുന്നു. HC മുഖർജി. ഇതാരാണ്? ഇത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനയിലെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആണ് SN മുഖർജി. SN മുഖർജി മാറരുത്.
നോക്കൂ, അപ്പൊ നമ്മള് ഇദ്ദേഹത്തെ കുറിച്ചും രണ്ടുപേരെ കുറിച്ചും പറഞ്ഞത് കൊണ്ട് ഇനി ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പല കമ്മിറ്റികളിലായിട്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ പല കമ്മിറ്റികളിൽ അതിന്റെ ഹെഡ് ആയിട്ടിരുന്നവരും അതിൽ പ്രവർത്തിച്ചവരൊക്കെ ഉണ്ട്. നമ്മൾ ഈ മേജർ കമ്മിറ്റികളെ കുറിച്ച് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. പല PSC പരീക്ഷകളിലും ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 7 അംഗങ്ങളുള്ള ചെയർമാൻ BR അംബേദ്കറായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അത് കൂടാതെയുള്ള കമ്മിറ്റികൾ നമുക്കൊന്ന് നോക്കാവേ. BR അംബേദ്കർ ബംഗാളിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ബംഗാളിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവനായിരുന്നു. നോക്കൂ, സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, ഈ 2 കമ്മിറ്റിയുടെയും തലവൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. നമ്മുടെ അധ്യക്ഷൻ, ICAയുടെ അധ്യക്ഷനായ രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹം ബീഹാറിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? സ്റ്റിയറിംഗ്, വണ്ടി ഓടിക്കുക അല്ലെ, നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചിട്ടല്ല വണ്ടി ഓടിക്കുക. അപ്പൊ നമ്മുടെ ICA ഓടിച്ചു കൊണ്ടുപോയി അതിന്റെ ഹെഡ് അദ്ദേഹം തന്നെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി. പിന്നെ നിയമങ്ങൾ, റൂൾ ഓഫ് പ്രൊസീജിയർ അല്ലെ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇതെല്ലാം നോക്കുന്നത് ആരാണ്? രാജേന്ദ്ര പ്രസാദ്. അങ്ങനെ പഠിക്കാൻ പറ്റില്ലേ? അപ്പൊ സ്റ്റിയറിംഗ്, റൂൾ ഓഫ് പ്രൊസീജിയർ സെറ്റ് ആണ് രാജേന്ദ്ര പ്രസാദ്. നോക്കൂ, സ്റ്റേറ്റ്സ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, 3ഉം ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആണ് പഠിക്കല്. എടാ, സ്റ്റേറ്റ് കമ്മിറ്റി, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഇവിടെ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്, ഇവിടെ കേന്ദ്രത്തിന് ഒരു പ്രത്യേക അധികാരമുണ്ട്, ഫെഡറൽ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അത്തരത്തിൽ നല്ല ഒരു ദീർഘവീക്ഷണമുള്ള സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന നെഹ്റു, അദ്ദേഹമാണ് സംസ്ഥാനങ്ങളുടെ പവറൊക്കെ അദ്ദേഹം തീരുമാനിക്കുന്ന ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് കേന്ദ്രത്തിന്റെ അധികാരത്തെ തീരുമാനിച്ചത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചേ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ICAയിൽ ഈ പറയുന്ന സ്റ്റേറ്റ് കമ്മിറ്റി, ഈ പറയുന്ന യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഈ 3നും ഉണ്ടായിരുന്നത്. UPയെ പ്രതിനിധീകരിച്ചായിരുന്നു നെഹ്റു പങ്കെടുത്തത്. അത് 3 നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് കൂട്ടുകാരെ, നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി എന്ന് പറഞ്ഞു. നമ്മള് എവിടുത്തെ? യൂണിയനില്, സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന സമയത്ത് നോക്കിക്കേ, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. അവിടെ കൂട്ടുകാർക്ക് ഒന്ന് തെറ്റാൻ സാധ്യതയുണ്ട്, പക്ഷെ തെറ്റില്ല. ഞാൻ ഈ പറയുന്ന പോലെ ചിന്തിച്ചാൽ, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന നമ്മുടെ ഉരുക്കു മനുഷ്യൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട പട്ടേലാണ്. അദ്ദേഹത്തെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കാറ്? ഇന്ത്യയിലെ ഈ പറയുന്ന മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ടില്ലേ, മൗലികാവകാശമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ അദ്ദേഹം അങ്ങനെ വിളിക്കാനുള്ള കാരണം തന്നെ ഈ 2 കമ്മിറ്റികളാണ്. ഒന്ന് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട്, ഈ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തലവൻ ആരെന്ന് ചോദിച്ചാൽ നെഹ്റു ആണെങ്കിൽ, സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന എന്ന രൂപത്തിലേക്ക് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. അപ്പൊ പ്രൊവിൻഷ്യൽ, അന്ന് സ്റ്റേറ്റിന് പകരം എന്താണ്? പ്രൊവിഷ്യകളാണല്ലേ. അപ്പൊ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ് കമ്മിറ്റി, അതുപോലെ മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ, ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അല്ലെ, അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയേറിയ വിഭാഗമാണ് ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷ കമ്മിറ്റിയും അതുപോലെ തന്നെ മൗലികാവകാശ കമ്മിറ്റിയും അതുപോലെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും പട്ടേലാണ്. പട്ടേല് ബോംബെയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അല്ലെ, ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ബോംബെ പ്രവിശ്യയിൽ വരുന്നതാണ്. അപ്പൊ പട്ടേലും കൂടി ഈ കമ്മിറ്റിയിൽ. അപ്പൊ 8 കമ്മിറ്റികൾ കൂട്ടുകാർ നോക്കണം. 8 മേജർ കമ്മിറ്റികളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാട്ട് പാടി പഠിക്കാലോ. ഞാൻ ഈ പറഞ്ഞ പോലെ ആലോചിച്ചാൽ 8ഉം സിമ്പിൾ ആണല്ലോ അല്ലെ. ഇനി യൂണിയൻ പവർ കിട്ടും, നെഹ്റു. റൂൾ ഓഫ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ്, രാജേന്ദ്ര പ്രസാദ് അല്ലെ. നോക്കൂ, അടുത്തത് മൈനർ കമ്മിറ്റികളാണ്. ഈ പറയുന്ന മൈനർ കമ്മിറ്റികൾക്ക് മുമ്പായിട്ട് ചില സബ് കമ്മിറ്റികൾ നിങ്ങൾ നോക്കണം. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു മനുഷ്യാവകാശ കമ്മിറ്റി എന്നും ന്യൂനപക്ഷ കമ്മിറ്റി എന്നൊക്കെ, അതൊരു വലിയ കമ്മിറ്റിയാണ്. എല്ലാ കമ്മിറ്റിയുടെ തലവൻ മാത്രമാണ് പട്ടേല്. അപ്പൊ അത് അദ്ദേഹത്തിന് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനൊരു സബ് കമ്മിറ്റി കൂടിയുണ്ട്. അപ്പൊ മൗലികാവകാശ സബ് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റിയിൽ അതിന്റെ തലവനായിരുന്നത് JB കൃപലാനിയാണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യം അഭിസംബോധന ചെയ്ത UPയിൽ നിന്നും വന്ന JB കൃപലാനിയാണ് മൗലികാവകാശ കമ്മിറ്റിയുടെ ആ സബ് കമ്മിറ്റിയാണ് അതിന്റെ തലവൻ. മൈനോറിറ്റി എന്ന് പറയുന്ന സമയത്ത് നോക്കൂ, അവിടുത്തെ സബ് കമ്മിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്ത്യൻ സി നമ്മുടെ ICAയുടെ ഉപാധ്യക്ഷന്മാരിൽ VT കൃഷ്ണമാചാരിയോടൊപ്പം ഉണ്ടായിരുന്ന HC മുഖർജി, ബംഗാളിന്റെ നേതാവ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്ത്? മൈനോറിറ്റി സബ് കമ്മിറ്റി. അപ്പൊ അത് ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി HC മുഖർജിയും അതുപോലെ SN മുഖർജിയും മാറിപ്പോവോ? BN റാവു മാറിപ്പോവോ? ഇല്ല, ഒക്കെ നിങ്ങൾക്ക് സെറ്റാണ്. നോക്കൂ, വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ നമുക്കറിയാം, ആസാമുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കേൾക്കുന്ന പേരാണ് ബർദോളി അല്ലെ, ഗോപിനാഥ് ബർദോളി. അപ്പൊ നോക്കിക്കേ, വടക്ക് കിഴക്കൻ അതിർത്തി ആദിവാസി മേഖലകളും ആസാം ഒഴികെയുള്ള ഭാഗങ്ങളും ഭാഗികമായി ഒഴിവാക്കപ്പെട്ടതുമായ പ്രദേശങ്ങളുടെ ആ മേഖലകൾക്കൊക്കെ ഒരു സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് ഗോപിനാഥ് ബർദോളിയാണ്. ഡിഗ്രിക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ട പോലെയാണ്, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല.
അതുപോലെ ചില ഒഴിവാക്കിയ പ്രദേശങ്ങൾ, ഒഴിവാക്കപ്പെട്ടതും ഭാഗികമായി ഒഴിവാക്കിയതുമായ പ്രദേശങ്ങൾ, ആസാം ഒഴികെയുള്ള പ്രദേശങ്ങൾ, അതും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ് കൂടുതലും. അവിടെ AV താക്കർ ആയിരുന്നു. ഇതെല്ലാം സബ് കമ്മിറ്റികളാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ വിഭജനത്തിന് ശേഷം റദ്ദു ചെയ്തിരുന്നു. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്, ബലൂചിസ്ഥാൻ ട്രൈബൽ ഏരിയ സബ് കമ്മിറ്റി, അങ്ങനെ ചില കമ്മിറ്റികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതെല്ലാം വിഭജനത്തിന് ശേഷം റദ്ദു ചെയ്തിരുന്നു. ഇതെല്ലാം ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഈ അടിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. മൈനർ കമ്മിറ്റികളാണ്. അപ്പൊ മേജർ കമ്മിറ്റി ലെറ്റർ നിങ്ങൾ പഠിച്ചു. 14 മൈനർ കമ്മിറ്റികളുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സാധാരണ LD പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. നോക്കൂ, ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ്, അതുപോലെ തന്നെ ഹൗസ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ്, അതുപോലെ തന്നെ ഹൗസ് കമ്മിറ്റി, ഹൗസും ഈ പറയുന്ന ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളെ കമ്മിറ്റിയും പട്ടാഭി സീതാരാമയ്യായിരുന്നു. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി ആയിരുന്നു. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി ആയിരുന്നു. ഭാഷാ കമ്മിറ്റി ചില ബുക്കിനകത്തൊക്കെ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, തെറ്റി പഠിക്കരുത്. ശരി എന്ന് പറഞ്ഞാൽ മൊട്ടൂരി സത്യനാരായണയാണ് കേട്ടോ. ഭാഷാ കമ്മിറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. മൊട്ടൂരി സത്യനാരായണയാണ് കേട്ടോ. മൊട്ടൂരി സത്യനാരായണയാണ്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി SK ദർ. ഇദ്ദേഹം ഈ പറയുന്ന കമ്മിറ്റിയിൽ ICAയിൽ അംഗമാകാതിരുന്ന വ്യക്തിയാണ്, നോൺ മെമ്പർ ആയിരുന്നു. അദ്ദേഹമാണ് ഈ പറയുന്ന ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി കേട്ടോ, പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ക്രെഡൻഷ്യൽ കമ്മിറ്റി, സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയതൊക്കെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ ആയിരുന്നു. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, ഫിനാൻസ് ആൻഡ് സ്റ്റാൻഡ് കമ്മിറ്റി, ഇതെല്ലാം രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇതെല്ലാം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ഇതെല്ലാം പഠിപ്പിക്കാൻ നിന്നാൽ സമയം ഇപ്പോൾ തന്നെ അരമണിക്കൂറിലധികമായി. ഒരൊറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ക്ലാസ് എടുത്തു പോവുകയാണ്. അപ്പൊ നമ്മൾ ഇതിനിടയിൽ കട്ട് ചെയ്യുന്നൊന്നുമില്ല. ലൈവ് പോലെ തന്നെ എടുത്തു തരുന്നത് നിങ്ങൾക്ക് ഇത് മാക്സിമം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ കൂട്ടുകാർ അരമണിക്കൂറിന് മുകളിലെ ക്ലാസ് ഒന്നും കാണില്ല യൂട്യൂബിൽ നിന്ന് എനിക്കറിയാം. എന്നിട്ടും നമ്മൾ ഈ എഫേർട്ട് ഇടുന്നത് കുറച്ച് പേരെങ്കിലും നമ്മളെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് ഇതെല്ലാം എഴുതിയെടുത്ത് നന്നായിട്ട് ഡീറ്റെയിൽ പഠിക്കുന്നവരുണ്ട്. അവരെ മാത്രം ഉദ്ദേശിച്ചാണ്. അവർക്കാണ് റാങ്ക് കിട്ടുക, അവർക്കാണ് ജോലി കിട്ടുക. വെറുതെ ഒരു പ്രഹസനം പോലെ ICAയെ കുറിച്ച് 5 പോയിന്റ് നോക്കി പഠിച്ചു പോകുന്നവർക്ക് ജോലിയൊന്നും ഇനിയുള്ള കാലത്ത് കിട്ടാൻ പോകുന്നില്ല. സത്യാവസ്ഥ കൂട്ടുകാരെ മനസ്സിലാക്കണം. അപ്പൊ മൈനർ കമ്മിറ്റികൾ എഴുതിയെടുത്ത് പഠിച്ചോളുക, PDF നോട്ട് നോക്കി പഠിച്ചോളുക. അതുപോലെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി ഉണ്ട്. അത് GV മാവ്ലങ്കാർ ആണ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ്, അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ സുപ്രീം കോർട്ട് S വരദാചാരിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹവും നോൺ മെമ്പർ ആണ്, നമ്മുടെ കമ്മിറ്റിക്ക് പുറത്തുള്ള ഒരു വ്യക്തിയാണ്. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ ആണ്. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ ആണ്. എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ പ്രൊവിൻഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാർ, ഇദ്ദേഹം ഒരു നോൺ മെമ്പർ ആണ്. അപ്പൊ ഈ പറഞ്ഞ രൂപത്തിലുള്ള ആളുകൾ ഞാൻ പറഞ്ഞു, ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവര് തീർച്ചയായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ് ഈ പറയുന്ന മൈനർ കമ്മിറ്റികൾ. ഒരു LD ലെവൽ എക്സാം 10th ലെവലൊക്കെ പോകുന്നവര് മേജർ കമ്മിറ്റികൾ നോക്കിയാൽ മതി. ഒരു സ്മാർട്ട് വർക്കിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണ് എന്ന് വെച്ച് ഒഴിവാക്കരുത്. നാളെ ചോദിച്ചാൽ നിങ്ങൾക്കാണ് മാർക്ക് നഷ്ടപ്പെടുക. അപ്പൊ തീർച്ചയായിട്ടും ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവര് മസ്റ്റ് ആയിട്ട് ഈ മൈനർ കമ്മിറ്റികൾ പഠിച്ചിരിക്കണം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞതുകൊണ്ട് വേറെ തെറ്റുകളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. 2 ചോദ്യങ്ങൾ കൂടിയുണ്ട് കൂട്ടുകാരെ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായി സേവനം അനുഷ്ഠിച്ചത് ആരാണ്? നിങ്ങൾ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യമാണ്. 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ എത്രാമത്തെ സെക്ഷൻ ആയിരുന്നു 1949 നവംബർ 14 മുതൽ നവംബർ 26 വരെ നടന്നത്? അപ്പൊ ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുന്നവര് നിങ്ങൾ 20 പേരോ 30 പേരോ എത്ര പേരോ ആയിക്കോട്ടെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ ഇനിയും ഭരണഘടന ഒരു 10ഓ 30ഓ 40ഓ ക്ലാസ്സുകളോടുകൂടി നമുക്ക് കംപ്ലീറ്റ് ഇതുപോലെ പഠിച്ചെടുക്കണം, മുഴുവൻ മാർക്ക് കിട്ടുന്ന രൂപത്തിൽ. അപ്പൊ അത് നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങളുടെ കമന്റും നിങ്ങളുടെ ലൈക്കും അത്യാവശ്യമാണ്. ഈ ക്ലാസ് അവസാനം വരെ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സുകൾ ചെയ്യും. അല്ലാതെ ഇവിടുന്ന് കിട്ടുന്ന ഇൻകം പ്രതീക്ഷിച്ചല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രം പ്രതീക്ഷയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.